നമസ്കാരം. വടകര നേടിയെടുക്കാൻ കെ മുരളീധരനെ ഇറക്കി കോൺഗ്രസിന്റെ അസാധാരണ പരീക്ഷണം. വയനാടിനോട് മാത്രമായിരുന്നു മുരളിക്ക് മമത. വടകര ആലോചനയുടെ ഒരു കരയിലും ഉണ്ടായിരുന്നില്ല. എന്നാൽ പാർട്ടി ഏൽപ്പിച്ചു, മുരളി ഏറ്റെടുത്തു. പക്ഷേ വടകര ദൗത്യം മുരളിയെ സംബന്ധിച്ച് അവിടെ അവസാനിക്കുന്നില്ല. വടകരയെ ഒരു വൻകരയാക്കി മാറ്റാനുള്ള ഭാവി സാധ്യത മുരളീധരൻ തിരിച്ചറിയുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥികളെയെല്ലാം നിശ്ചയിച്ചപ്പോഴും ഒരു നിശ്ചയവുമില്ലാതെ വടകര കിടന്നു. വലിയൊരു വെല്ലുവിളിയായി ദിവസങ്ങളോളം. വടകര ഏറ്റെടുക്കാൻ ആരുമില്ലേ എന്ന ചോദ്യം കോൺഗ്രസിനകത്തും പുറത്തും ഉയർന്നു. കീറാമുട്ടിയായി കിടക്കുന്ന മണ്ഡലം ആരേറ്റെടുക്കും എന്ന ആകാംക്ഷയ്ക്ക് വാനോളം ഉയരം വെച്ചു. ഇത്രയും നാടകീയത വടകരയ്ക്ക് കിട്ടിയതുകൊണ്ടാണ് മുരളിക്കും വീരപരിവേഷം നേടിയെടുക്കാനായത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും കോൺഗ്രസുകാരെയും ആവേശ കൊടുമുടിയിലെത്തിച്ചു വടകര പ്രഖ്യാപനം. മുരളീധരൻ ഗ്രൂപ്പുകൾക്കതീതനായി, പ്രിയങ്കരനായി. ലീഗടക്കം ഘടകകക്ഷികൾക്കും ആവേശം. മലബാറിന്റെ പോരാട്ട മുഖമായി മാറാൻ മുരളിക്ക് വേണ്ടി വന്നത് മണിക്കൂറുകൾ മാത്രം. മുരളിയുടെ വിജയം കോൺഗ്രസിലെ അധികാര സമവാക്യങ്ങളെ വരെ മാറ്റിയെഴുതാൻ തക്കവണ്ണം നിർണായകമാകും. മുരളി കരുത്തനാകും. CPM വിരുദ്ധതയുടെ വീറുറ്റ മുഖമാകും. പരാജയമാണെങ്കിലോ CPMന്റെ മടയിൽ ചെന്ന് ആക്രമിച്ചവൻ എന്ന ഭൂഷണവും. ചുരുക്കത്തിൽ കേരള ലോക്സഭയിൽ കരുത്തുറ്റ പോരാട്ടം എന്ന് വിശേഷിപ്പിക്കാവുന്ന മണ്ഡലമാകുകയാണ് വടകര. വടകര വീണ്ടെടുക്കാൻ ജയരാജനും വടകര നിലനിർത്താൻ മുരളീധരനും വിയർപ്പൊഴുക്കേണ്ടി വരും. മുരളിയുടെ വരവോടെ മലബാറിന്റെ മണ്ഡല ചിത്രം മാറുന്നോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒറ്റ ചോദ്യം ചോദിച്ചുകൊണ്ട്, വടകരയിൽ കരുത്തന്റെ വരവോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസ് നേതാവ് സണ്ണി ജോസഫ് MLA, DYFI സംസ്ഥാന സെക്രട്ടറി A റഹീം, RMPI നേതാവ് KK രമ എന്നിവർ സൂപ്പർ പ്രൈം ടൈമിൽ. മുരളിയുടെ ഗ്രാഫ് ഉയരുന്നോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ സണ്ണി ജോസഫ് MLA, വലിയ ആവേശത്തോടെയാണ് കെ മുരളീധരൻ്റെ വടകരയിലേക്കുള്ള സ്ഥാനാർത്ഥിത്വം സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത്. എന്തത്ഭുതമാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ നിങ്ങൾ സമ്മാനിക്കാൻ പോകുന്നത്, നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? കെ മുരളീധരൻ്റെത് ഏറ്റവും ഉചിതമായിട്ടുള്ള ചങ്കുറ്റത്തോടെയുള്ള ഒരു തീരുമാനമാണ്. പല സ്ഥലത്തുനിന്നും കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും മാത്രമല്ല, ജനാധിപത്യ മുന്നണിയെ പിന്തുണയ്ക്കുന്ന നിരവധി പേർ വിദേശങ്ങളിൽ നിന്ന് പോലും എന്നെപ്പോലുള്ള ആളുകളെ പോലും ഫോൺ വിളിച്ചിട്ട് അവരുടെ പിന്തുണ അറിയിക്കുകയാണ്. ഗൾഫിൽ നിന്ന് നിരവധി പേർ ഞങ്ങൾ വോട്ട് രേഖപ്പെടുത്താൻ വരുന്നുണ്ട്, മുരളീധരൻ സ്ഥാനാർത്ഥിയാണെന്നറിഞ്ഞതിൽ ഞങ്ങൾ അങ്ങേയറ്റം സന്തോഷമുള്ളവരാണ്, പ്രതീക്ഷ നൽകുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം എന്ന ഫോൺ വിളികൾ നിരവധി തവണ എനിക്ക് പോലും കിട്ടിയിട്ടുണ്ട്. മുരളീധരൻ എടുത്തിട്ടുള്ള തീരുമാനം അങ്ങേയറ്റം ഉചിതമാണ്. അദ്ദേഹം കോഴിക്കോട് ജില്ലയിലെ വോട്ടർമാർക്ക് സുപരിചിതനാണ്. അദ്ദേഹം കോഴിക്കോട് പാർലമെൻറ്റ് അംഗമായിരുന്നു. കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത്. വടകരയുടെ രാഷ്ട്രീയ പ്രാധാന്യം എല്ലാവർക്കും അറിയാം. ശ്രീ P ജയരാജൻ തന്നെയാണ്. അദ്ദേഹം 2 കേസുകളിൽ ഇപ്പോൾ തന്നെ CBI അന്വേഷിച്ച 2 കൊലക്കേസുകൾ അദ്ദേഹത്തിൻ്റെ പ്രതിയാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ട് കോടതിയിൽ നിൽക്കുകയാണ്. ഇനിയും കേസുകൾ അദ്ദേഹത്തിനെതിരെ വരുന്നുവെന്ന് നമുക്ക് ന്യായമായിട്ട് അനുമാനിക്കാൻ സാധിക്കും. കണ്ണൂർ ജില്ല അക്രമ രാഷ്ട്രീയത്തിൻ്റെ പ്രഭവ കേന്ദ്രമെങ്കിൽ കണ്ണൂർ ജില്ലാ CPM സെക്രട്ടറി ഷുഹൈബിനെ കൊലപ്പെടുത്തിയ, ഷുക്കൂറിനെ കൊലപ്പെടുത്തിയ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിന് മറുപടി നൽകാൻ, ബാലറ്റ് പേപ്പറിലൂടെ മറുപടി നൽകാൻ, ജനകീയ കോടതിയിൽ മറുപടി നൽകാൻ കണ്ണൂർ ജില്ലയും അതുപോലെ തന്നെ വടകര പാർലമെന്റ് നിയോജക മണ്ഡലം TP ചന്ദ്രശേഖരന്റെ രക്തത്തിന് പകരം വീട്ടാൻ ബാലറ്റ് പേപ്പറിലൂടെ ജനവിധിയിലൂടെ അവർ തയ്യാറെടുക്കുമ്പോൾ അതിനെ സഹായിക്കുന്ന തരത്തിൽ കരുത്തുറ്റ ഒരു സ്ഥാനാർത്ഥി, പരിചയസമ്പന്നനായ ഒരു സ്ഥാനാർത്ഥി, സുപരിചിതനായ ഒരു സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയാണ് ശ്രീ കെ മുരളീധരനിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഞങ്ങൾ പ്രതീക്ഷിച്ച മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കാൾ മറ്റേത് സ്ഥാനാർത്ഥിത്വത്തെക്കാൾ തിളങ്ങുന്ന സ്ഥാനാർത്ഥി, നമ്പർ 1, ദ ബെസ്റ്റ് അവൈലബിൾ കാൻഡിഡേറ്റ്, അതാണ് ശ്രീ കെ മുരളീധരൻ. അദ്ദേഹത്തിൻ്റെ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. CPM ഇപ്പോൾ തന്നെ പരാജയ ഭീതിയിലാണ്. അതുകൊണ്ടാണ് ജയരാജൻ ചില മുടന്തൻ ന്യായങ്ങളും മുട്ടുശാന്തികളും പറയുന്നത്. മുരളീധരനെ ജനങ്ങൾ സ്വീകരിച്ച സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം ശ്രീ K കരുണാകരൻ്റെ മകനാണ്. തക്ക സമയത്ത് ഏറ്റവും യോജിച്ച രാഷ്ട്രീയ തീരുമാനമെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത് അദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തിയുടെയും അദ്ദേഹത്തിൻ്റെ മനധൈര്യത്തിൻ്റെയും പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണമാണ്. ഹി വിൽ വിൻ ദ ബാറ്റിൽ ഡെഫിനറ്റ്ലി. ശരി, ശ്രീ A റഹീം,
വലിയ വെല്ലുവിളി നിങ്ങൾക്കുയർത്തുന്നു. വിജയം സുനിശ്ചിതമെന്ന ആത്മവിശ്വാസമാണ് UDF ക്യാമ്പിന് വന്നിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവരുടെ ദൗർബല്യത്തെ നിങ്ങൾ ശരിയായ രൂപത്തിൽ അളക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഇപ്പോൾ വന്നിരിക്കുന്ന വർദ്ധിച്ച ആത്മവിശ്വാസത്തെ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇല്ല, ഒരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾ വില കുറച്ച് കാണുന്നില്ല. ഏതൊരു സ്ഥാനാർത്ഥിക്കും ആ സ്ഥാനാർത്ഥിയുടേതായ കടമ നിർവഹിക്കാനുണ്ട് എന്ന നിലയിലാണ് ഞങ്ങൾ പ്രതിപക്ഷ സ്ഥാനാർത്ഥികളെ കാണുന്നത്. പക്ഷേ ഇദ്ദേഹം ഈ പറഞ്ഞ അവകാശവാദങ്ങളെല്ലാം എത്ര ബാലിശമാണ്. ഇദ്ദേഹമാണ് ഏറ്റവും ഉചിതമായ കാൻഡിഡേറ്റ് എങ്കിൽ നിങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നിട്ടും എന്താണ് ഇദ്ദേഹത്തെ തിരഞ്ഞെടുക്കാതിരുന്നത്? NK പ്രേമചന്ദ്രൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് കൊല്ലത്ത് ശ്രീ കെ മുരളീധരൻ സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ MLA-മാരെ മത്സരിപ്പിക്കുന്നത് LDF-ൻ്റെ ഗതികേട് കൊണ്ടെന്നാണ്. അപ്പോൾ അദ്ദേഹം ഒരിക്കലും മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്ന ആളില്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തിലേക്ക് എത്തിയിരുന്നുമില്ല. പിന്നെ എന്തുകൊണ്ട് കെ മുരളീധരനിലേക്ക് എത്തി എന്നുള്ളത് കൊലിബി സഖ്യത്തിൻ്റെ ഒരു പ്രകടമായ ലക്ഷണമാണ്. ഞാൻ അതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് എന്തായാലും ഇപ്പോൾ പോകുന്നില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, ഇങ്ങനെ കൊട്ടിഘോഷിക്കാൻ മാത്രം എന്തെങ്കിലും ഒരു സ്ഥാനാർത്ഥിയാണ് എന്ന് നിങ്ങളീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല എന്ന് ഞാൻ പറയേണ്ടി വരും. കാരണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു മന്ത്രി മാത്രമേ മന്ത്രിയായതിനു ശേഷം മത്സരിച്ച് പരാജയപ്പെട്ടിട്ടുള്ളൂ. അത് ശ്രീ കെ മുരളീധരനാണ്. അതും കോൺഗ്രസിൻ്റെ UDF-ൻ്റെ ഈറ്റുല്ലമായ വടക്കഞ്ചേരിയിലായിരുന്നു. AC മൊയ്തീൻ എന്ന് പരാജയപ്പെടുത്തി. അങ്ങനെ എത്രയോ പരാജയങ്ങൾ നിങ്ങളീ പറയുന്ന കോഴിക്കോട് തന്നെ പരാജയം ഏറ്റുവാങ്ങിയ ചരിത്രം കെ മുരളീധരനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും പറയേക്കരുത്. ഇവിടെ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ എന്തുകൊണ്ട് സഖാവ് P ജയരാജൻ്റെ വിരലോങ്ങുന്നു? അദ്ദേഹം പറഞ്ഞ 2 കേസുകളിലെ പ്രതിയെന്നാണ്, 2 കൊലക്കേസുകളിലെ പ്രതിയെന്നാണ്. ശരി, 2 കൊലക്കേസുകളിലെ പ്രതി എന്നത് നിങ്ങൾ ആ വസ്തുതയെ ഉയർത്തിയാണല്ലോ നിങ്ങൾ ഉയർത്തി. അതിലെന്തുകൊണ്ട് അദ്ദേഹം പ്രതി ചേർക്കപ്പെട്ടു? അതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്നൊക്കെയുള്ള എൻ്റെ വാദം. ഞാനതിലേക്ക് പിന്നെ വരാം. ഞാൻ ശ്രീ സണ്ണി ജോസഫിനോട് നേരിട്ട് ചോദിക്കുന്നൊരു ചോദ്യം, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവർ എത്ര പേരാണ് ഇവിടെ ഈ സദസ്സിൽ എനിക്ക് പറയാൻ പറ്റാത്ത വിധമുള്ള കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ടത്? തനിക്ക് സ്ഥാനം നഷ്ടമായപ്പോൾ KV തോമസ് അടിവരയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ മാന്യമായി കുടുംബജീവിതം നയിക്കുന്ന ആളെന്നാണ്. അദ്ദേഹം വരികൾക്കിടയിൽ ഒളിപ്പിച്ച് വെച്ച കുന്തമുന ഏതെല്ലാം സ്ഥാനാർത്ഥി പട്ടികയിലെ ആളുകൾക്ക് നേരെയാണെന്നും ഏത് കേസിനെയാണ് അദ്ദേഹം പരോക്ഷമായി പരാമർശിച്ചതെന്നും അരിയാഹാരം കഴിക്കുന്ന ഏതൊരു മലയാളിക്കും അറിയാം. അപ്പോൾ കേസിലെ പ്രതിസ്ഥാനത്ത് വരുന്നവരെല്ലാം കുറ്റവാളികളെന്ന് പറഞ്ഞ് കല്ലെറിയേണ്ടവരാണെങ്കിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് എത്ര നേർക്കെതിരെ കല്ലെറിയേണ്ടി വരും? അങ്ങനെയാണെങ്കിൽ കല്ല് തികയാതെ വരുമല്ലോ പല മണ്ഡലങ്ങളിലും എറിയാൻ ശ്രീ സണ്ണി ജോസഫെ നിങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് നേരെ. പിന്നെ നിങ്ങൾ പറയുന്ന അക്രമരാഷ്ട്രീയത്തിൻ്റെ പ്രതീകമെന്നാണ്. ശരിയാണ്, അക്രമരാഷ്ട്രീയത്തിൻ്റെ ഇരയാണ് സഖാവ് P ജയരാജൻ. അക്രമരാഷ്ട്രീയത്തിൻ്റെ ഇരയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യില്ലേ അത് നിങ്ങളുടെ ഇപ്പോൾ നിങ്ങളോടൊപ്പം വടകരയിൽ സഹകരിക്കാൻ തയ്യാറായി മുമ്പോട്ട് വരുന്ന RSS-ലെ BJP-യിലെ ആ BJP-ക്കാർ വെട്ടിയെരിഞ്ഞതാണ്. അതുപോലൊരു നേതാവിനെ നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് കാട്ടിത്തരാൻ കഴിയുമോ? നിങ്ങൾ എതിർക്കുന്നത് RSS-നെയാണല്ലോ. ഈ രാജ്യം ഇന്ന് RSS-നെതിരെയാണല്ലോ യുദ്ധം ചെയ്യുന്നത്. RSS-ന്റെ വടിവാളിൽ ജീവിക്കുന്ന രക്തസാക്ഷിയായി ഒരാളെ നിങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് ചൂണ്ടിക്കാണിച്ചു തരാൻ കഴിയുമോ? ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു, ഞങ്ങളുടെ പ്രിയപ്പെട്ട ജയരാജൻ ഈ പാർട്ടിയുടെ അഭിമാനമാണ്. RSS-കാർ അദ്ദേഹത്തെ വേട്ടയാടുന്നുവെങ്കിൽ അദ്ദേഹം ശരിയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അദ്ദേഹത്തിൻ്റെ പാർട്ടി ശരിയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അദ്ദേഹം വേട്ടയാടിയില്ലേ? നിങ്ങൾ ഈ പറയുന്നു അക്രമ രാഷ്ട്രീയവും മറ്റുമാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ കണ്ണൂരിൽ നിങ്ങൾ എന്തിൻ്റെ പേരിൽ പറയും? എന്തിൻ്റെ പ്രതീകമാണെന്ന് പറയും? എന്തിൻ്റെ പ്രതീകമാണെന്ന് പറയും? ഇന്നതേ കേരളത്തിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന സഖാവ് EP ജയരാജൻ്റെ ശരീരത്തിലുണ്ടല്ലോ വെടിയുണ്ട. ആ വെടിയുണ്ടയ്ക്ക് ഉത്തരവാദികളിൽ ഒരാൾ നിങ്ങളുടെ കണ്ണൂരിലെ സ്ഥാനാർത്ഥിയല്ലേ? നിങ്ങളുടെ കണ്ണൂരിലെ സ്ഥാനാർത്ഥിയും RSS-ന്റെ നേതാക്കളും ഒരുമിച്ച് ചേർന്നുണ്ടാക്കിയ പ്ലാനിൻ്റെ ഭാഗമായിട്ടല്ലേ അദ്ദേഹത്തെ തോക്കെടുത്ത് കൊടുത്ത് വെടിവെക്കാൻ പറഞ്ഞു വിട്ടത്? അപ്പോൾ തൊട്ടപ്പുറത്ത് കണ്ണൂരിൽ അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് നിങ്ങൾക്ക് പ്രശ്നമല്ല. നിങ്ങൾക്ക് സഖാവ് P ജയരാജനെ ചൂണ്ടി നിൽക്കുന്നതിൻ്റെ കാരണം ഈ വടകരയ്ക്കൊരു ചരിത്രമുണ്ട്. അഡ്വക്കേറ്റ് രത്നസിംഗിന് വേണ്ടിയിട്ടും നിങ്ങൾ ഇതുപോലെ മുരളീധരനെ വരവേൽക്കുന്നത് പോലെ വരവേറ്റവരാണ് നിങ്ങൾ. കോൺഗ്രസ് ലീഗ് BJP എന്ന അവിശുദ്ധ സഖ്യത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണം, കുപ്രസിദ്ധമായ ഉദാഹരണം നമുക്ക് വടകരയിൽ കാണാൻ കഴിയും. അതേ വടകരയിൽ വീണ്ടും ഒരു സാധ്യത തെളിയുകയാണ്. ഞാൻ ശ്രീ സണ്ണി ജോസഫിനോട് ചോദിക്കുന്നു, ആ മണ്ഡലത്തിൽ നിങ്ങളുടെ ശത്രുവാണല്ലോ BJP-യുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ സണ്ണി ജോസഫിന് കഴിയുമോ? കേരളത്തിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ കഴിയുമോ? പോട്ടെ, വടകരയിൽ നിങ്ങൾക്ക് കഴിയുമോ? വടകരയിൽ നിങ്ങളുടെ കെ മുരളീധരൻ എന്ന ഊർജ്ജസ്വലനായ സ്ഥാനാർത്ഥി വന്നതോടുകൂടി എല്ലാ ലോകരാജ്യങ്ങളിൽ നിന്നും ഫോൺ വിളികൾ വരുന്നു. ഫോൺ തന്നെ അദ്ദേഹത്തിന് എടുക്കാൻ പറ്റുന്നില്ല എന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ BJP-യുടെ വോട്ട് വേണ്ട എന്ന് ഈ ചർച്ചയിൽ ശ്രീ സണ്ണി ജോസഫിന് പറയാൻ കഴിയുമോ? സ്ഥാനാർത്ഥിയായ മുരളീധരന് പറയാൻ കഴിയുമോ? ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ഇല്ല. അവിടെ BJP-യും ഈ പറയുന്ന ശ്രീ സണ്ണി ജോസഫിൻ്റെ കോൺഗ്രസും ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ KK രമയുടെ RMP-യും എല്ലാം ചേരുന്ന ഒരു കൂട്ടുമുന്നണി ഞങ്ങളെ എതിരിടുകയാണ്. ഇത് ഒരു മഴവിൽ സഖ്യമാണ്. ഒറ്റ ലക്ഷ്യം, ഒരൊറ്റ ശത്രു, അത് CPM അല്ലെങ്കിൽ ഇടതുപക്ഷമാണ്. അങ്ങനെ ഇടതുപക്ഷത്തെ നിങ്ങൾ വേട്ടയാടിയാൽ പരാജയപ്പെടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഇതെല്ലാം തന്നെയായിരുന്നല്ലോ. എന്നിട്ട് എത്ര വോട്ടിനാണ് നിങ്ങളുടെ മഹാനായ മുല്ലപ്പള്ളി, നിങ്ങളുടെ ഏറ്റവും പ്രമുഖനായ മുല്ലപ്പള്ളി അവിടെ വിജയിച്ചത്? നാമമാത്രമായ വോട്ടിനാണ്.
കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനാണെങ്കിൽ കേരളത്തിൽ UDF താരതമ്യേന അനുകൂലമായൊരു ട്രെൻഡും പ്രകടമായിരുന്നു. എന്നിട്ടും നിങ്ങൾക്ക് ഏതാണ്ട് 3000-ഓളം വോട്ടിൻ്റെ വ്യത്യാസത്തിൽ മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ നിങ്ങൾ പിന്നെ എന്ത് ആത്മവിശ്വാസമാണ് നിങ്ങൾക്ക് പുലർത്താൻ കഴിയുന്നത്? അവിടെ സഖാവ് P. ജയരാജൻ വിജയിക്കും. കേരളത്തിലെ മറ്റെല്ലാ മണ്ഡലങ്ങളിലും എന്ന പോലെ വടകരയിലും ഇടതുപക്ഷത്തിൻ്റെ ചെങ്കൊടി പാറും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ബഹുമാനപ്പെട്ട ശ്രീ സണ്ണി ജോസഫ്. ശരി, ശ്രീമതി KK രമ, ആദ്യമായി K. മുരളീധരൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു? കാരണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ തന്നെ മത്സരമുഖത്തുണ്ടാകും, അതിൽ രമ തന്നെ ഉണ്ടാകും എന്ന തീരുമാനമെടുത്തിരുന്നതാണ്. പിന്നീടുള്ള പിൻവാങ്ങൽ, അതിനുശേഷം നിങ്ങൾക്ക് തന്നെ UDFൻ്റെയും കോൺഗ്രസിൻ്റെയും തീരുമാനം നീണ്ടുപോകുന്നതിലെ ആശയക്കുഴപ്പം, ഉത്കണ്ഠ, ഇതൊക്കെ ഉണ്ടായിരുന്നു. മുരളി വന്നിരിക്കുന്നു, എന്താണ് പ്രതികരണം? വടകരയെ സംബന്ധിച്ചിടത്ത് ഏറ്റവും ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെയാണ് കിട്ടിയിരിക്കുന്നത്. അതിലൊരു സംശയവുമില്ല. കാരണം അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു ശക്തമായ വിധിയെഴുത്തായിരിക്കും വടകര എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പം അതിനെ നേരിടാൻ പറ്റിയ, അതിനെ നിർത്താൻ പറ്റിയ ഏറ്റവും ശക്തനായ, ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥിയാണ് വടകരയ്ക്ക് ലഭിച്ചത്. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. ജയരാജൻ്റെ തോൽവി പൂർണ്ണമായി ഉറപ്പിച്ചു കഴിഞ്ഞു. എത്ര ഭൂരിപക്ഷത്തിൽ സഖാവ് K. മുരളീധരൻ വിജയിക്കുമെന്നത് മാത്രമേ ഇവിടെ ചർച്ചയുള്ളൂ. അത്ര ശക്തമായ ഒരു ഇതിലേക്ക് വടകര വന്നു കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. പിന്നെ വേണു, ഞങ്ങൾ വടകരയുൾപ്പെടെ മണ്ഡലങ്ങൾ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു, ഞാൻ മത്സരിക്കാൻ തീരുമാനിച്ചു എന്നൊക്കെ ഇപ്പോൾ നേരത്തെ സഖാവ് ബഹുമാനപ്പെട്ട വേണു സൂചിപ്പിച്ചു. ഞങ്ങളങ്ങനെ ഒരു തീരുമാനമൊന്നും എടുത്തിട്ടില്ല. ഏകദേശം 4 മണ്ഡലങ്ങളിൽ മത്സരിക്കാനുള്ളൊരു ധാരണയായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. അപ്പോഴും സാഹചര്യങ്ങൾക്കനുസരിച്ച് ഏതാണ് നിലപാടെടുക്കേണ്ടതെന്നതിനെ സംബന്ധിച്ചാണ് ആലോചിച്ചിരുന്നത്. അപ്പോൾ ഒരിക്കലും ആരാണ് മത്സരിക്കുന്നത് എന്നതൊന്നും ഞങ്ങൾ തീരുമാനിച്ചിരുന്നില്ല. പക്ഷേ അതിനുശേഷം ഞങ്ങൾ ആലോചിച്ചിട്ട് ഒന്ന് ഇന്ത്യ രാജ്യത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികളും അതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിനെയും മൊത്തത്തിൽ ഇപ്പം BJP ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള BJP ഗവൺമെൻറ്റിനെ താഴെ ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടാണ് രാജ്യം സ്വീകരിക്കേണ്ടത്. ആ രാഷ്ട്രീയമാണ് നാം മുന്നോട്ട് വെക്കേണ്ടത് എന്നതും അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു വോട്ടിംഗ് രീതിയിലേക്ക് എല്ലാ വിഭാഗം ജനങ്ങളും എത്തണം എന്നത് തന്നെയാണ് ഞങ്ങളുടെ ഒരു പാർട്ടിയുടെ ആലോചന. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് മറ്റു മണ്ഡലങ്ങൾ മത്സരിക്കേണ്ടതില്ല എന്ന് ഞങ്ങൾ ആലോചിച്ചത്. വടകരയിലെ പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഞങ്ങൾ വടകരയിൽ നിൽക്കുന്നത് ഒരുപക്ഷെ ഇത് പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് വടകരയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാം. എന്തായിരുന്നു ഞങ്ങളുടെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച ആളുകൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. സഖാവ് RMB രൂപീകരിച്ച 2008 RMB രൂപീകരിച്ച സഖാവ് TP ചന്ദ്രശേഖരനെ എന്തായിരുന്നു സംഭവിച്ചത് എന്ന് വടകരയിലെ ജനങ്ങൾക്കറിയാം, കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അപ്പോൾ തീർച്ചയായിട്ടും അതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു വിധിയെഴുത്ത്, ഒരുപക്ഷെ അതിന് നേതൃത്വം കൊടുത്ത ഒരു എതിരാളി അപ്പുറത്ത് നിൽക്കുമ്പോൾ, ഒരു കൊലപാതകത്തിന്, ഇപ്പോൾ 2 കൊലക്കേസിൽ പ്രതിയായും ഒരു കൊലപാതകത്തിന്, സഖാവ് TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിന് വ്യക്തമായി പങ്കുണ്ട് എന്ന് ഞങ്ങൾ ആരോപിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് P. ജയരാജൻ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു വ്യക്തിയെ നേരിടാനുള്ള കരുത്തനായ സ്ഥാനാർത്ഥിയെയാണ് കിട്ടിയത് എന്ന പൂർണ്ണ അഭിപ്രായം തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ സണ്ണി ജോസഫ് MLA, വളരെ കർക്കശമായ ആക്രമണമായിരുന്നു റഹീമിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അങ്ങേക്ക് മറുപടി പറയാം. റഹീമിൻ്റെ ഒരു മറുപടി തന്നെയാണ് ഇപ്പം രമ പറഞ്ഞിട്ടുള്ളത്. ജയരാജൻ ഇപ്പം 2 കേസിൽ, കൊലക്കേസിൽ ആസിറ്റീസ് അദ്ദേഹത്തിനെതിരെ പോലീസ് റിപ്പോർട്ടുണ്ട്, CBI കൊടുത്തതെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ജയരാജനെ മാത്രം ഞങ്ങളിങ്ങനെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത്? CPM-ൻ്റെ വേറെ നേതാക്കന്മാർ മത്സരിക്കുന്നില്ലേ? ജില്ലാ സെക്രട്ടറിമാർ മത്സരിക്കുന്നില്ലേ? ജില്ലാ സെക്രട്ടറിമാരെക്കാൾ മുതിർന്ന നേതാക്കന്മാർ മത്സരിക്കുന്നില്ലേ? ഇപ്പോൾ TP ചന്ദ്രശേഖരൻ വധക്കേസിൽ കണ്ണൂർ ജില്ലാ CPM നേതൃത്വത്തിനുള്ള പങ്ക് പകൽ പോലെ വ്യക്തമല്ലേ? ആരാ? കുഞ്ഞനന്തൻ കണ്ണൂർ ജില്ലയിലെ പാനൂർ ഭാഗത്തെ ഏരിയ കമ്മിറ്റി അംഗമാണ്. ആ കുഞ്ഞനന്തൻ എങ്ങനെ വടകരയിൽ ഒഞ്ചത്ത് പോയിട്ട് കൊലപാതകം നടത്താൻ കുഞ്ഞനന്തൻ എങ്ങനെ ഗൂഢാലോചന നടത്തി? എവിടെയാണ് ഈ കൊലക്കേസിലെ പ്രതികൾ ഒളിച്ചിരുന്നത്? കണ്ണൂർ ജില്ലയിൽ വടകരയിൽ നിന്ന്, തലശ്ശേരിയിൽ നിന്ന് ഒരു 50 കിലോമീറ്റർ അധികം ദൂരത്തുള്ള മുഴക്കുന്ന് പഞ്ചായത്തിലെ എൻ്റെ നിയോജക മണ്ഡലത്തിലെ മുടക്കോഴി മലയിൽ വന്ന് ഈ പ്രതികൾക്ക് ഒളിസങ്കേതം ഉണ്ടാകണമെങ്കിൽ കണ്ണൂർ ജില്ലാ CPM നേതൃത്വം അറിയാതെയാണ് എന്ന് റഹീം വിചാരിച്ചാൽ അദ്ദേഹം ഇതിൻ്റെ ഭൂമിശാസ്ത്രം അറിയില്ല, ഇതിൻ്റെ ഏരിയ അറിയില്ല, അല്ലെങ്കിൽ അത് ബോധപൂർവ്വം മറക്കാൻ ശ്രമിക്കുകയാണ്. പിന്നെ UDF സ്ഥാനാർത്ഥികൾക്കെതിരെയുള്ള കേസിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പം നമുക്കറിയാം, IB ഈഡനും
അതുപോലെ തന്നെ മറ്റ് സ്ഥാനാർത്ഥികളും ചിലർ MLA-മാർ സ്ഥാനാർത്ഥികളാകും എന്ന് വന്നപ്പോഴല്ലേ ഇപ്പോൾ അവർക്കെതിരെ അന്വേഷണം വന്നത്, അവർക്കെതിരെ കേസ് വരുന്നേ. ആ കേസിനെയും ജനങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. അക്രമ രാഷ്ട്രീയത്തിന്റെ, കൊലപാതക രാഷ്ട്രീയത്തിന്റെ ചോരക്കറ ആരുടെ കയ്യിലാണ് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ജയരാജന് പരിക്കേറ്റ സംഭവത്തിൽ ഞങ്ങൾക്ക് വേദനയുണ്ട്. എന്താ അതിന്റെ കാരണം എന്ന് പഠിക്കണം. അദ്ദേഹം എപ്പോഴും അക്രമ രാഷ്ട്രീയത്തിന്റെ ഏതെങ്കിലും ഒരു വശത്തെ പി ജയരാജൻ നിൽക്കുന്നതിന്റെ കാരണം എന്താണ്? അദ്ദേഹം അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. അത് പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിന്റെ മകൻ തന്നെ എന്താണ്, ബോംബ് നിർമ്മാണത്തിൽ അദ്ദേഹത്തിന്റെ മകന് കൈക്ക് പരിക്ക് പറ്റിയില്ലേ? അന്ന് ആദ്യം എന്താ പറഞ്ഞത് മാർക്സിസ്റ്റ് പാർട്ടി? അത് വിഷുവിന് പടക്കം പൊട്ടിച്ചതാണെന്ന് പറഞ്ഞു. വിഷുവിന് പടക്കം പൊട്ടിക്കുന്നത് കലിങ്കിന്റെ അടിയിൽ, പാലത്തിന്റെ അടിയിലാണോ ജയരാജന്റെ മകൻ വിഷുവിന് പടക്കം പൊട്ടിക്കുന്നത്? ജയരാജനില്ലാത്ത അക്രമ രാഷ്ട്രീയം ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ടുള്ള പങ്കുണ്ട്. ആ പങ്കിനെ തള്ളിപ്പറയാൻ കഴിയില്ല. അദ്ദേഹത്തെ രക്തസാക്ഷിയാക്കി കാണിക്കാൻ കഴിയില്ല. കോൺഗ്രസ് പ്രവർത്തകർ ജീവിച്ചിരിക്കുന്നില്ല. കോൺഗ്രസ് പ്രവർത്തകരെ കൊല്ലുകയാണ് ചെയ്തത്. TP ചന്ദ്രശേഖരനെ കൊന്നതുപോലെ ഷുഹൈബിനെ വെട്ടി നുറുക്കുകയാണ് ചെയ്തത്. 41 വെട്ടുവെട്ടി. കൃപേഷിനെയും ശരത്ലാലിനെയും ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളല്ല, അവർ മരിച്ചുപോയി, അവരെ കൊന്നുകളഞ്ഞു. കാരണം അത് സംഘടിതമായ ആസൂത്രിതമായ നരഹത്യയായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വത്തിൽ. അത് കണ്ണൂർ ജില്ലാ നേതൃത്വമാണ് കേരളത്തിൽ ഒട്ടാകെ ഈ അക്രമ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്. അവരാണ് മാതൃകയായിട്ട് നിൽക്കുന്നത്. അതിൻ്റെ ഒരു പ്രതീകമാണ്, പ്രതിനിധിയാണ് വടകരയിൽ മത്സരിക്കുന്നത് എന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ശ്രീ ജയരാജനെ ശക്തമായിട്ട് എതിർക്കുന്നത്. ആ എതിർപ്പിന് അനുയോജ്യനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് മുരളീധരൻ എന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ തെരഞ്ഞെടുപ്പിൽ മുരളി പരാജയപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ വട്ടിയൂർക്കാവ് പോലുള്ള ഒരു സ്ഥലത്ത് അദ്ദേഹം ആവർത്തിച്ച് അദ്ദേഹം ജയിക്കുന്നു. അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം മാർക്സിസ്റ്റ് പാർട്ടിയെ ഭയപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ റഹീം ഇവിടെ കോലീബി സഖ്യം, ആദ്യം അത് പറഞ്ഞത് ജയരാജനാണ്. വളരെ വ്യക്തമായിട്ട് ഇന്ത്യ രാജ്യത്ത് BJP എതിർക്കുന്നത് കോൺഗ്രസ് ആണ്. അത് CPM-ന്റെ നേതൃത്വത്തിനറിയാം. ഒരു കോലീബി സഖ്യവുമില്ല. വളരെ വ്യക്തമായിട്ട് ഐക്യജനാധിപത്യ മുന്നണി പ്ലസ് RMP, ആ മുന്നണി സംവിധാനത്തിലാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. ജയരാജൻ പരാജയപ്പെട്ടാൽ അതിനൊരു മറുപടിയായിട്ട് ഒരു മുൻകൂർ ജാമ്യമാണ് ജയരാജനും ഇപ്പോൾ റഹീമും എടുക്കുന്ന കോലീബി സഖ്യം. ഐക്യജനാധിപത്യ മുന്നണി മതേതര വോട്ടുകൾ, സമാധാനകാംക്ഷികളുടെ വോട്ടുകൾ, ആ വോട്ടുകൾ കൊണ്ട് തന്നെ മുരളീധരനെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. RMPയും രമയും നൽകുന്ന എല്ലാ പിന്തുണയ്ക്കും ഞങ്ങൾ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു.